കൊല്ലം അച്ചൻകോവിലിൽ 3 മുക്കിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മൈനർ ഇറിഗേഷൻ പദ്ധതി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. ഇതിനായി 40 വർഷം മുമ്പ് നിർമ്മിച്ച കുളവും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ ശോച്യാവസ്ഥയിലാണ്. കൃഷിയിടങ്ങൾ അധികമുള്ള 3 മുക്ക് പ്രദേശത്ത് ജലദൗർലഭ്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരമായാണ് 1985-ൽ മൈനർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി കുളം നിർമ്മിച്ചത്. പ്രദേശത്തെ 90 ഏക്കറോളം സ്ഥലത്തെ കൃഷിഭൂമിക്ക് ഉപയോഗപ്രദമാകുന്നതായിരുന്നു പദ്ധതി. 200ഓളം ആളുകളുടെ കൃഷിയിടങ്ങൾക്ക് പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കും. പമ്പും പൈപ്പുകളും സ്ഥാപിച്ചുവെങ്കിലും ഇതിന്റെ പ്രയോജനം അധിക നാൾ ഉണ്ടായില്ല. 2019-ൽ ലക്ഷങ്ങൾ മുടക്കി പൈപ്പുകളും പമ്പും മാറ്റി സ്ഥാപിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും 15 ദിവസം മാത്രമാണ് പ്രവർത്തനമുണ്ടായത്. പിന്നീട് 2021-ൽ നവീകരണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഗുണനിലവാരമില്ലാത്ത പമ്പും പൈപ്പുകളും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനം ലഭിക്കാത്തതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കാലാകാലത്തിൽ ഗവൺമെന്റിന്റെയും അതുപോലെ ഇറിഗേഷന്റെയും വകുപ്പിന്റെയും ധാരാളം ലക്ഷങ്ങൾ മുടക്കി ഭൂമിയിൽ കുഴിച്ചിടുന്നതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് പറ്റാത്ത ഒരു വെള്ള സ്രോതസ്സാണ്. ഈ പ്രദേശങ്ങൾ ഇതുവരെയായിട്ടും ഈ കിണറുകളെല്ലാം പറ്റിപ്പോയിട്ട് പോലും ഈ ടാങ്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നതിനനുസരിച്ചു നമ്മുടെ ഇവിടുത്തെ കൃഷിയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ നടക്കാത്ത അവസ്ഥയാണ്. കുളവും തീർത്തും ശോച്യാവസ്ഥയിലാണ്. ദുർഗന്ധം വമിക്കുന്നു. വൃത്തിഹീനമായ സാഹചര്യം. വേനൽ കടുത്തതോടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുമ്പോഴാണ് അതിന് പരിഹാരമാകേണ്ട പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാത്തത്. ജനം, കൊല്ലം.